ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഞങ്ങൾ ശരണപ്പെടുന്നു, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്നും ഞങ്ങളെ നോക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. രൂപവും ഭാവവും നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്ക് നോക്കാം. നമ്മുടെ ഇടയിൽ അപ്പത്തിന്റെ രൂപത്തിൽ ഇതാ നമ്മളോട് ചേർന്ന് കർത്താവ് നിൽക്കുന്നു. ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമായത്. ഈ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ജീവിക്കുന്ന സാന്നിധ്യം. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്താൽ, അവനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ അനേകർ സുഖം പ്രാപിച്ചു, അനേകർക്ക് സൗഖ്യം ലഭിച്ചു, അനേകർക്ക് മോചനം ലഭിച്ചു. കർത്താവിനെ നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നോക്കാം. ഈശോയെ, ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതത്തിൽ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, രാജാതിരാസന ഹല്ലേലൂയ, സൗഖ്യദായകനായ യേശുവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഈശോ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി, എൻ്റെ പിതാവ് കൃഷിക്കാരനും. കർത്താവ് പഠിപ്പിക്കുന്നു. 4-ാമത്തെ വചനം, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മൾ വചനത്തിൽ കേട്ടു, ജീവൻ ഉണ്ടാകാനും നമ്മുടെ ആയുസ്, ദൈവം നൽകുന്ന ആയുസ്, അത് ജീവിതാവസാനം വരെ സന്തോഷത്തോടെ ജീവിക്കുവാനും 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ദൈവത്തെ സ്നേഹിക്കുക, അവൻ്റെ വചനം കേൾക്കുക, അവനോട് ചേർന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരിതാ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയം, ദൈവാനുഗ്രഹമുണ്ടാകാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒക്കെ ലഭ്യമാകാൻ ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം. 1, ദൈവത്തെ സ്നേഹിക്കുക, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. 2, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. 3, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്നവര് ഈ 3നും അർഹരാണ്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നത്. നമ്മുടെ കഷ്ടപ്പാടും ദുരിതവുമല്ല, നമ്മുടെ രോഗങ്ങളും കഷ്ടപ്പാടുമൊന്നുമല്ല. ദൈവം ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ട്, ആ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണെന്നറിയാവുന്നത് കൊണ്ട്, ആ ദൈവം അനുഗ്രഹിക്കുമെന്നറിയാവുന്നത് കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുക. ദൈവത്തിൻ്റെ വചനം കേട്ടവരാണ് നമ്മൾ. ദൈവവചനം കേട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ ജീവനും ദീർഘായുസ്സും സ്വന്തമാക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം. ഇതാ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ഇത്ര ദൈവം അടുത്തുള്ള ഏത് ജനമാണ് ഉള്ളത് എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നു. ദൈവത്തെ ഇത്ര അടുത്തറിയാൻ സാധിക്കുന്ന ഏത് ജനമാണ് ഈ ഭൂമുഖത്തുള്ളത്? ഏത് ജനമാണ് ഈ ഭൂമുഖത്തുള്ളത്? ഇതാ, ദൈവം നമ്മുടെ കൂടെ. കണ്ണ് തുറന്ന് ഈശോയെ നോക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കുക. ഈ ദിവ്യകാരുണ്യത്തിൽ ദൈവമുണ്ട്. നിന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം, നിന്നെ കാത്തുരക്ഷിക്കുന്നവൻ, നിന്റെ മുറിവുകൾ ഉണക്കുന്നവൻ, നിനക്ക് സൗഖ്യം നൽകാൻ കഴിവുള്ളവൻ, നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുന്നവൻ, സകല ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകുവാൻ സാധിക്കുന്നവൻ ഈ അൾത്താരയിലെ അപ്പത്തിലുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. ഇതാ, ഈശോ ദിവ്യകാരുണ്യത്തിൽ നിന്നും എന്നെ നിങ്ങളെയും നോക്കി പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകും. കരങ്ങൾ ഉയർത്തി ഈശോയുടെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പാപങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ ദുരിതങ്ങളെയും, എല്ലാ ബലഹീനതകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എന്നിൽ വസിക്കുന്നവൻ അവനിൽ ഞാനും വസിക്കുമെന്ന് അരുളി ചെയ്തവൻ, എന്നിൽ വസിക്കുന്നവന് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി, ഈശോയെ നോക്കി, ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നോക്കി എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ, ഈശോയെ ആരാധന, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah.
യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്റെ വചനം കേട്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കർത്താവേ, നിന്നോട് ചേർന്ന് നിൽക്കും. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കും. അകന്നു പോകുമ്പോൾ ഞങ്ങളുടെ അനുഗ്രഹം നഷ്ടമാകുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, തിരിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഏറ്റുപാട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ അനുസരിക്കും. കർത്താവേ, ഞങ്ങൾ നിന്റെ പാത പിന്തുടരും. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഇവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഈശോയെ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടാം. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന. കരങ്ങൾ താഴ്ത്തിയിരിക്കുമ്പോൾ ഈശോയെ നമുക്ക് സ്നേഹത്തോടെ നോക്കാം. ദിവ്യകാരുണ്യത്തിലെ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ പോകുന്ന സമയമാണ്. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നീ കടന്നു വരണമേ, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഈശോയെ, യേശുവിനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവിനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന. കരങ്ങൾ താഴ്ത്തിയടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായകൻ പരിശുദ്ധാത്മാവ്, നമ്മുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, സൗഖ്യം നൽകുന്ന പരിശുദ്ധാത്മാവ്, വിജയം നൽകുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുപാടി പ്രാർത്ഥിക്കാം. പാവനമാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനമാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനമാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനമാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന. പ്രിയേക ദൈവത്തെ ഒന്ന് ചേർന്ന് ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ഇതാ ഈ അപ്പത്തിൽ നമ്മളോടുകൂടെ, ഇതാ ദൈവം നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. സ്തുതിച്ചാരാധിക്കട്ടെ, ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ.
മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. മനുഷ്യനിൽ വിശ്വാസമർപ്പിക്കാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവമേ അങ്ങയെ ഞങ്ങൾ പാടിസ്തുതിക്കുന്നിതാ. 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 ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 എല്ലാവരും കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമം എല്ലാവരും ഒന്ന് ചേർന്ന് ഉച്ചത്തിൽ ഒരിക്കൽ കൂടി വിളിക്കുന്നു യേശുവേ. എല്ലാ കുടുംബങ്ങളിലെയും ബന്ധനങ്ങൾ, നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകൾ, നിങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഏതെങ്കിലും വസ്തുക്കളെയും സമ്പത്തിനെയും തടസ്സങ്ങൾ കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ബന്ധനങ്ങൾ അഴിയട്ടെ, കുടുംബത്തിലെ ബന്ധനങ്ങൾ അഴിയട്ടെ. പൂർവികർ വഴിയായി വന്ന സകല പാപശാപബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ, യേശുവിന്റെ ശക്തിക്ക് മുമ്പിൽ ഈ നിമിഷം തന്നെ അഴിഞ്ഞു വീഴട്ടെ. പുത്രനായ ഈശോ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഒരേ ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ പിതാവിനെ വിളിച്ചപേക്ഷിക്കുക. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വാങ്ങി നൽകും. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, അപ്പാ പിതാവേ, 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 പിതാവേ. നല്ല കാണിക്കണം, നല്ല കാണിക്കണമേ. മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ.
രക്ഷകനായ ഈശോ തന്റെ അവസാന സമയം അപ്പസ്തോലന്മാർക്ക് വാഗ്ദാനം നൽകി, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും, പിതാവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവ്. അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും പാപബോധവും പശ്ചാത്താപവും നൽകുകയും ചെയ്യും. ഒന്ന് ചേർന്ന് ഈശോ പഠിപ്പിച്ചതെന്ന, ഈശോ കാണിച്ചതെന്ന പരിശുദ്ധാത്മാവാകുന്ന സഹായകനെ വിളിച്ചു പ്രാർത്ഥിക്കാം. കരങ്ങളുയർത്തി ഒരേ സ്വരത്തിൽ പരിശുദ്ധാത്മാവേ, 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 പ്രവർത്തിക്കുന്നവനെ സഹായകനായ പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ. രോഗത്തിന്റെ ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴട്ടെ യേശുവിന്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ, അബ്ബാപിതാവിന്റെ മുമ്പിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടപിശാചേ, ദുഷ്ടപിശാചേ, പുരാതന സർപ്പമേ, നിനക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല, നിനക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല. ഞങ്ങൾ അപ്പന്റെ മക്കളാ, ഞങ്ങൾ പിതാവിന്റെ മക്കളാ, ഞങ്ങൾ യേശുവിന്റെ സഹോദരങ്ങളാ. പരിശുദ്ധാത്മാവാണ് ഞങ്ങളുടെ സഹായകൻ. സകല തിന്മയുടെ സ്വാധീനങ്ങളും അഴിഞ്ഞു വീഴട്ടെ. സകല അന്ധകാര ശക്തികളും ഈ മക്കളെയും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളിൽ നിന്നും കൂട്ടത്തോടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയാൽ, കത്തോലിക്ക സഭയിലൂടെ നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തിയാൽ ഈ മക്കളെയും കുടുംബങ്ങളെയും വിട്ട് യേശുവിന്റെ നാമത്തിൽ ദൂരെ മാറിപ്പോകട്ടെ. അങ്ങ് അപ്പസ്തോലന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരവും ശക്തിയും രോഗത്തിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, പാപത്തിന്റെ മേൽ, ബന്ധനങ്ങളുടെ മേൽ വിടുതലിനുള്ള അധികാരവും ശക്തിയും കൊടുത്തു. അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ അധികാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ പിതാവ് ഫ്രാൻസിസ് പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഫ്രാൻസിസ് പിതാവിനോട് ചേർന്ന് ഞങ്ങളുടെ രൂപതയെ നയിക്കുന്ന സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ അധികാരികളോടും ചേർന്ന് കാരിസ് ഭവനിലെ എല്ലാ അഭിഷിക്തരോടും ചേർന്ന് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഇവിടെ ഇരുന്നും വിദേശങ്ങളിൽ നിന്നും കൂടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി സഭയിലൂടെ നൽകപ്പെട്ട അധികാരവും ശക്തിയും ഉപയോഗിച്ച് ഈ മക്കളുടെ മേൽ തിന്മ ചെയ്യുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കത്തോലിക്ക സഭയുടെ അധികാരത്തോടും ശക്തിയോടും ചേർന്ന് വെല്ലുവിളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും വിട്ട് യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് പോകുക. ഈ നിമിഷം തന്നെ ഈ മക്കളെയും കുടുംബങ്ങളെയും വിട്ടു പോകുക. നാമം വിളിച്ചു ബന്ധനങ്ങൾ അഴിയട്ടെ. ആന്തരിക മുറിവുകളിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളിൽ ക്ഷമിക്കുവാൻ സാധിക്കട്ടെ. സ്നേഹം നഷ്ടപ്പെട്ടു പോയ മക്കളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാത്ത മക്കളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. നാല് കുത്തി തുറന്ന് ചോരയൊഴുക്കുന്ന യേശുവിന്റെ സ്നേഹം നിറയട്ടെ, നിറയട്ടെ. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക്, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക്, മക്കളെ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരുടെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം ദൈവ സ്നേഹം നിറയട്ടെ, യേശുവിന്റെ സ്നേഹം നിറയട്ടെ, കുരിശിലെ സ്നേഹം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, 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 Hallelujah, 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 hallelujah.
ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കണ്ണുകൾ അടയ്ക്കാം. ശാന്തമായി കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാണെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ദൈവത്തെ കാണാതെ ഇന്നുവരെ ആരും അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധിയില്ലാത്ത ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാൻ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞോളാം, ഞാൻ കുമ്പസാരിച്ചോളാം, ഞാൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞോളാം. നിങ്ങളുടെ വിശുദ്ധിയില്ലാത്ത മേഖലകളെ കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അതിനു മുമ്പ് നിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയില്ലാത്ത മേഖലകളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈശോ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭവനത്തെ സമർപ്പിക്കുക. പാപം ചെയ്തു പോകുന്ന മക്കളെ സമർപ്പിക്കുക. ഈ സമയം വലിയ വിശുദ്ധീകരണവും വിടുതലും സംഭവിക്കട്ടെ. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, വൈദികരായ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ശുശ്രൂഷ ലോകത്തെമ്പാടും ഇരുന്ന് കൂടുന്ന ഈ സമയം ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കളിലെ വിശുദ്ധിയില്ലാത്ത ജീവിതം, ഇവരുടെ പാപങ്ങൾ കർത്താവെ ദൈവാനുഗ്രഹത്തിന് തടസ്സമാകരുത്. കർത്താവെ, ഞങ്ങൾക്കറിയാം അങ്ങ് തേടി വന്നത് പാപികളെയാണ്. കർത്താവെ, പാപികളെ അങ്ങ് ചേർത്ത് നിർത്തിയതാണ്. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ സകല തിന്മ പ്രവൃത്തികളെയും സകല പാപത്തിന്റെ പ്രവൃത്തികളെയും ഈശോയെ ഈ നിമിഷം വിശുദ്ധീകരിക്കുവാൻ നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് അങ്ങയുടെ തിരുരത്വത്തിന്റെ ശക്തിയാൽ പൂർണ്ണമായും വിശുദ്ധീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നിമിഷം തന്നെ അന്നാൻവെള്ളം നളിക്കുന്ന ഈ സമയം ഈ മക്കളുടെ ഇടയിലൂടെ ചെന്ന് ഇവരെ വിശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കണമേ. കെട്ടുവാനും അടിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും സൗഖ്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും പാപം മോചിക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും പിശാചുകളെ ബഹിഷ്കരിക്കുവാനും സഭയിലൂടെ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മക്കളുടെ ശരീരങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല പാപശാപ ബന്ധനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ വിശുദ്ധീകരിക്കുവാനുള്ള അധികാരത്തിൽ ബന്ധിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ സമയം അന്നാൻവെള്ളം തളിച്ച് വൈദികർ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു വരും. ശിരസ് നമിച്ച് അന്നാൻവെള്ളത്തിന്റെ ഏറ്റുവാങ്ങുക. വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന സമയമാണ്. അതിനു മുമ്പ് നമുക്ക് സ്വയം വിശുദ്ധീകരണം നടത്താം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരണം ഏറ്റെടുക്കട്ടെ, ശുദ്ധീകരണം ഏറ്റെടുക്കട്ടെ. ഈശോ ദിവ്യകാരുണ്യനാഥനായി നമ്മുടെ ഇടയിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധിയോടുകൂടി ഈശോയെ നോക്കുവാൻ, വിശുദ്ധിയോടുകൂടി ഈശോയുടെ കാര്യങ്ങൾ പറയുവാൻ, വിശുദ്ധിയോടുകൂടി നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിന്റെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ, വിശുദ്ധിയോടുകൂടി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ എല്ലാവരും ഈ സമയം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എന്റെ പാപങ്ങൾ, എന്റെ അകൃത്യങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകരുത്. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്ന സമയമാണ്. വലിയ അനുഗ്രഹത്തിന്റെ നിമിഷം, അസുലഭമായ ഒരു അവസരമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. നമുക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ടോ കർത്താവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നവനാണ്. പക്ഷെ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാർക്കല്ല. പ്രിയപ്പെട്ടവരെ, നീതിമാന്മാരെ തേടി വന്നവനല്ല, പാപികളെ തേടി വന്നവൻ. സൗഖ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാണ്. ഇതാ രോഗികളെ തേടി വന്ന നാഥൻ, പാപികളെ തേടി വന്ന നാഥൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. കരങ്ങൾ ഉയർത്തി
വിളിച്ച് നമുക്ക് ഈശോയെ സ്വീകരിക്കാം. എല്ലാ നാവുകളിൽ നിന്നും യേശുവിന്റെ നാമം ഉയരട്ടെ. എല്ലാ അധരങ്ങളും യേശുവിനെ പ്രഘോഷിക്കട്ടെ. ഈശോ കടന്നു പോകുന്ന വഴികളിൽ ഓശാന പാടി എതിരേറ്റ ജെറുസലേം നിവാസികളെ പോലെ കരങ്ങൾ ഉയർത്തി നമ്മുടെ വേദനകളും സങ്കടങ്ങളും കർത്താവിന്റെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിക്കട്ടെ, യേശുവേ യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ ഹല്ലേലൂയ, 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 കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിക്കുന്നു, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. രാജനായ ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്ന സമയം ഈശോയെ ഞാൻ ബത്ലഹേമിൽ വന്നുദിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. നസ്രത്തിൽ അങ്ങ് ജീവിച്ചതുപോലെ യൗസേപ്പിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും കുടുംബത്തിൽ നീ വന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ കടന്നു വരണമേ. ഈശോയെ ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി പതിരുവീശിയ പരമദീപം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായി പതിരുവീശിയ പരമദീപം. ഉന്നതത്തിൽ നിന്നിറങ്ങിയ ഭോജൻ മന്നിടത്തിനു ജീവനേകിയ സുഖഭോജൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗരീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു. ഈശോയെ സഖ്യവ്യത്തിന്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നതുപോലെ എന്റെ വീട്ടിലേക്ക് നീ കടന്നു വരണമേ. അങ്ങയെ കാണാൻ മാത്രം ആഗ്രഹിച്ച് മരത്തിന്റെ മുകളിൽ കയറിയുന്ന സഖ്യവ്യസിനെ വിളിച്ചിറക്കി അവന്റെ വീട്ടിലേക്ക് പോയതുപോലെ അങ്ങയെ കാണുവാനും അറിയുവാനും ആഗ്രഹിച്ച് കടന്നു വന്ന എന്റെ വീട്ടിലേക്ക് നീ കടന്നു വരണമേ. എന്റെ വീട്ടിലേക്ക് നീ കടന്നു വരണമേ. എന്റെ കുടുംബത്തെയും രക്ഷിക്കണമേ. ഈശോയേ
മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ദിവ്യകാരുണ്യത്തിലെ ഈശോയെ ഞങ്ങളെ സ്പർശിക്കണമേ. ഈശോയെ അങ്ങ് കടന്നു പോകുന്ന വഴികളിലുള്ളവർക്ക് സൗഖ്യവും വിടുതലും നൽകിയതുപോലെ എനിക്കും സൗഖ്യവും വിടുതലും നൽകണമേ. ബർത്തേമിയോസിന് കാഴ്ച നൽകിയതുപോലെ, കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയതുപോലെ, ചായറൂസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെ എന്നെയും കർത്താവേ അങ്ങ് വീണ്ടെടുക്കണമേ. പുതിയ ജീവൻ നൽകണമേ. മഹിതലേ പുതിയവരും മനുജരേ മഹിതഗീത വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ. സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. ഹല്ലേലൂയ 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 കരങ്ങളിലേക്ക് തിരിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജോഷി എന്ന പേരുള്ള ഒരു മകനെ കർത്താവ് സാമ്പത്തിക ബാധ്യതയിൽ സഹായിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ജോഷി സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അക്രൈസ്തവ സഹോദരിയുടെ കാലിലെ ഒരു വ്രണം കർത്താവ് അത് സൗഖ്യപ്പെടുത്തുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. എത്തോളം കുടുംബങ്ങളിൽ 8 വീടുകളിലേക്ക് ഒരു വലിയ പ്രകാശം കടന്നു വരുന്ന അനുഭവം പരിശുദ്ധാത്മാവ് ദർശനത്തിൽ കാണിക്കുന്നുണ്ട്. 8 കുടുംബങ്ങളിലേക്ക് വലിയ മാറ്റം ആ കുടുംബങ്ങളിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് സന്ദേശം നൽകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങട്ടെ. ഹല്ലേലൂയ. ഏതൊരു മൃഗത്തിന്റെ ആക്രമണത്തില് പരിക്കേറ്റ് ഒരുപാട് ഭയന്നിരിക്കുന്ന ഒരു മകളെ കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ആ മകൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നതായിട്ട് ഈശോ കാണുന്നു. ഹല്ലേലൂയ ജോണി എന്ന പേരുള്ള ഒരു മകനെ കർത്താവ് ഒരു ദുശ്ശീലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സനീഷിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സുരിച്ച് കർത്താവിന്റെ അനുഗ്രഹം ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോലി സ്ഥലത്ത് വെച്ച് ഒരു വലിയ അപകടം സംഭവിച്ചതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ കർത്താവ് ഒരു മനോഹരമായ നല്ല ജോലി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ആ മകൻ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഷാരോൺ
എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഷാരോണിനെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വീടിന്റെ ജനലുകളും കഥകളും ഒക്കെ ഇളകിയിരിക്കുന്നതായിട്ട് കർത്താവ് കാണുന്നു. എന്തോ ഒരു വലിയ പ്രശ്നത്തിന്റെ നടുവിൽ കഴിയുന്ന ഒരു ഭവനത്തെ കാണിക്കുന്നത്. ആ ഭവനത്തിൽ നിന്ന് 2 പേര് ഈ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കർത്താവ് അടയാളം തരുന്നു. ആ കുടുംബത്തെ കർത്താവ് വീണ്ടെടുക്കും. നിങ്ങൾ ധ്യാനങ്ങളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. വലിയൊരു ബന്ധനം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശോഭ എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ശോഭയെ കർത്താവ് ഒരു തടസ്സത്തിൽ നിന്നും എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അബുദാബിയിൽ ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകന്റെ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ സ്വീകരിക്കട്ടെ, സ്വന്തമാക്കി മാറ്റട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലിലൊക്കെ വ്രണങ്ങൾ പൊട്ടിയൊഴുകുന്നത് പോലെ കാണിക്കുന്നു. അങ്ങനെ ഒരു മകളെ കർത്താവ് സൗഖ്യം നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രമാണ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ സ്വീകരിക്കട്ടെ, അനുഗ്രഹം സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദാമിനി എന്ന പേരുള്ള ഒരു മകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ മകളെ കർത്താവ് ഒരു രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോ ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. SSLC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഭയം മൂലം പരീക്ഷയെ ഫേസ് ചെയ്യാനായിട്ട് മടിയുണ്ട്. ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിലെത്തുന്നു. കർത്താവ് ആ കുഞ്ഞിന് ധൈര്യം നൽകി അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ തവണ IELTS പരീക്ഷ എഴുതുവാനായി തയ്യാറെടുക്കുന്ന ഒരു മകളെ കർത്താവ് കാണിച്ചു തരുന്നു. ഒരുപാട് ഭയത്തോടും സംശയത്തോടും പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലുമാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നതെന്ന് പരിശുദ്ധാത്മ കാണിച്ചു തരുന്നു. പ്രത്യാശ അർപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, മനുഷ്യരിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പരിശുദ്ധാത്മാവ് ആ മകളോട് ആവശ്യപ്പെടുന്നു. വിശ്വസിച്ച് വചനം സ്വീകരിക്കുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കട്ടെ. കണ്ണുകൾ അടച്ച ഒരു നിമിഷം നമുക്ക് വരുന്ന എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. നാളെ ആരംഭിക്കുന്ന ധ്യാനം, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പട്ടിത്താനം പള്ളിയിൽ ആരംഭിക്കുന്ന ഇടവക ധ്യാനം, വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പുനലൂര് ആരംഭിക്കുന്ന കൺവെൻഷൻ, വരുന്ന ശനിയാഴ്ച നടക്കുന്ന ബത്സൈദ കൺവെൻഷൻ, രോഗി സൗഖ്യ കൺവെൻഷൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തെ സമർപ്പിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ മക്കള് മറ്റുള്ളവരുമായി ചേർന്ന് സമ്പാദിച്ച ഒരു തുക കരിസ്മോന്റെ ഷാലോം TV പ്രോഗ്രാം ക്ഷേമ ഇസ്രായേലിന് വേണ്ടി നൽകി. കരിസ്മോന് സ്വന്തമായി, ക്ഷേമ ഇസ്രായേലിന് സ്വന്തമായി ഒരു ക്യാമറ വാങ്ങുവാൻ സഹായിക്കുന്ന ആ കുടുംബത്തെയും ആ കുടുംബത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏകദേശം 4.5 ലക്ഷത്തോളം രൂപ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ നൽകുന്നു. ആ കുടുംബത്തെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ക്ഷേമ ഇസ്രായേൽ എന്ന പ്രോഗ്രാം കാണുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ വലിയ സന്ദേശം എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ കുടുംബത്തെയും അവരോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളെയും അനുഗ്രഹിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അനേകർക്ക് ദൈവത്തിന്റെ വലിയ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ സന്ദേശം, വചന ശുശ്രൂഷ സഹായിക്കുവാനുള്ള സന്ദേശം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈശോയേ നന്ദി 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 ഈശോയേ. കോടാനുകൂടി നന്ദി, കോടാനുകൂടി നന്ദി ഈശോയേ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനേക മക്കളെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്, സൗഖ്യങ്ങൾ നൽകി, അനുഭവങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. സമാധാനവും സന്തോഷവും ഒക്കെ ലഭിച്ച മക്കളുണ്ട്. എല്ലാവരും ചേർന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്തോത്ര കാഴ്ച ശുശ്രൂഷയിലേക്ക് കടക്കാം. നിങ്ങൾ ദൈവവചനത്തിന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കരങ്ങളിൽ എടുത്തു പിടിക്കുക. നമ്മുടെ ഓഹരി, നമ്മുടെ പങ്ക് കർത്താവിന് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പങ്ക് നമുക്ക് തരും. ദൈവം നമുക്ക് തരുമ്പോൾ സമൃദ്ധിയിൽ നൽകും. നമ്മുടെ ഒരു ഓഹരി, പങ്ക്, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ കർത്താവ് തൻ്റെ കരം കൊണ്ട് സമൃദ്ധിയിൽ നമുക്ക് തരുമെന്ന് വിശ്വസിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒരു മിനിറ്റ് കൂടി എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമുക്ക് നൽകിയ ദാനത്തിൻ്റെ ഒരു അംശം കർത്താവിന് കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു കൊടുക്കാം. കരങ്ങളിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. കരുണ്യവാനായ കർത്താവേ, നല്ലവനായ ദൈവമേ, ഈ മക്കൾ ഇവരുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഈ സമ്പത്തിൻ്റെ ഒരു ഓഹരിയെ കർത്താവെ ആശീർവദിച്ച് സ്വീകരിക്കണമേ. ഈ സമ്പത്തിൻ്റെ അംശം ഇവർ നൽകുമ്പോൾ ഇവരുടെ സാമ്പത്തിക